ഞങ്ങളുടെ എല്ലാ വീഡിയോൻ്റെയും താഴെ പ്രത്യേകിച്ച് വീട്ടിലെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് ശ്രീദേവി എന്ന് പറഞ്ഞ ചേച്ചി തുടക്കം മുതൽ കമൻറ്റ് ചെയ്യാണ് അമ്മയുടെ തക്കാളി ചട്നി ഉള്ളിച്ചമ്മന്തിയുടെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട്. സത്യത്തിൽ നമ്മൾ കൂടുതലും റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോസാണല്ലോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ വീട്ടിലുള്ള വീഡിയോ ചെയ്യൽ കുറവാണ്. പിന്നെ പൊതുവേ ആൾക്കാർ വീട്ടിലുള്ള വീഡിയോ ചെയ്താൽ അത്ര സപ്പോർട്ട് ചെയ്യാറുമില്ല. പിന്നെ നമ്മൾ പരമാവധി റെസ്റ്റോറൻറ്റ് വ്ളോഗ് ആൾക്കാർക്ക് എന്താണ് ഇഷ്ടം അതെല്ലാം നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇന്നെന്തായാലും ശ്രീദേവി ചേച്ചി എല്ലാ വീഡിയോയുടെ താഴെ വന്നിട്ട് എവിടെ എൻ്റെ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ ഞങ്ങൾ വീഡിയോ ഇട്ടപ്പോൾ സത്യത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാടൊക്കെ ആകെ പ്രശ്നത്തിലാണ്. ഇപ്പോൾ ഞാനും ദീപു അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഇവിടെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചെറിയ രീതിയിൽ നമ്മുടെ രീതിയിൽ പറ്റുന്ന രീതിയിലുള്ള ഫണ്ട് നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ വാടാനപ്പള്ളി ഞങ്ങൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടത്തിൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. അതുപോലെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യുക. എല്ലാവരും ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജെന്യുവനായിട്ടുള്ള ആൾക്കാരിലൂടെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ആർട്ട് ഓഫ് ലിവിങ് ആകുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിട്ട് അറിയുന്ന ആൾക്കാർ മുഖേനയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സഹായങ്ങൾ നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ അവർക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നലെ വീണ്ടും കമൻറ്റ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നി ചേച്ചീനെ എത്രയെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ നിരാശപ്പെടുത്തുക. ഓരോ വീഡിയോ ഇടുമ്പോഴും ചേച്ചി ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതേ അമ്മ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണം അമ്മ. എന്താ നിൻ്റെ ജോലി ഇതിൽ? അപ്പോൾ എത്ര തക്കാളി ഉള്ളി എന്നൊക്കെയുള്ള പറയാം. കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ. ശരിക്ക് ഉള്ളി മാത്രം എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ അമ്മ കുറച്ച് സബോള എടുക്കും, ഒരു സബോള വലുത്, പിന്നെ ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എരിവ് കുറച്ച് കൂടുതലുള്ള ചമ്മന്തിയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇത്രയും മുളക്, അത്യാവശ്യം മുളക് ഉണ്ട് കേട്ടോ, നിങ്ങൾ എണ്ണിക്കോ. പിന്നെ കറിവേപ്പില, ഒരു ശർക്കര അല്ലേ, ഞാൻ ഇഞ്ചി എന്ന് വിചാരിച്ചു, ഇഞ്ചി കൂടി ഉണ്ട് വേറെ. തക്കാളി എത്ര ഉണ്ട്? ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർക്കാം. അപ്പോൾ ശ്രീദേവിച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ ശ്രീദേവിച്ചിലുമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ഇന്നിപ്പോൾ ചെയ്യണേ. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റാൻ പോവാണ്. ചിലവർ സബോളയും ഉള്ളിയൊക്കെ സെപ്പറേറ്റ് ചതച്ചെടുക്കും. ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അമ്മയ്ക്ക് കൈക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ട്, വേദനയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അമ്മ അസലായിട്ട് ചതയ്ക്കും. പണ്ട് ചെറുപ്പത്തിലൊക്കെ എന്നെ എന്തോരം ചതച്ചിട്ടുള്ളതല്ലേ അമ്മ. നിനക്ക് വേണം 2 ചത്ത? ഉച്ചക്ക് എന്താ കറി? പച്ചപ്പയറ് കായൂടി ഉപ്പേരി, ഉള്ളിച്ചപ്പൻ. ചാറ് കറി ഒന്നുമില്ല മോളെ? വേറൊന്നും വേണ്ടത് മതി. ഞാൻ പച്ചപ്പയറ് ആരോ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഐറ്റംസും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ ഒരു മീഡിയം രീതിയിൽ നമുക്ക് വാട്ടിയെടുക്കുക, കരിയാത്ത രീതിയിൽ. ഞങ്ങൾക്ക് ഇന്നിപ്പോൾ പച്ചപ്പയറും കായപ്പേരി അല്ലേ ദീപ? കായും കൂടി ഉപ്പേരി, ബ്രൗൺ റൈസ് അല്ലേ. പൊതുവിൽ ഞാൻ കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ആൾക്കാരുടെ വിചാരം നമ്മളെല്ലാ ദിവസവും ഹോട്ടൽ ഭക്ഷണം എന്നാണ്. ഇന്നിപ്പോൾ പച്ചപ്പയറും ഉള്ളിച്ചമ്മന്തി മാത്രമാണ് കറി. ഇങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടിയാൽ നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കണേ. പച്ചപ്പയറും കായും പിന്നെ ഉള്ളിച്ചമ്മന്തി, ഇതൊക്കെയാണ് നമ്മൾ. ചാറ് കറി പോലും നമ്മൾ വെച്ചിട്ടില്ല. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഇങ്ങോട്ട് വഴറ്റുക. ഒരു മീഡിയം ലെവലിൽ വഴറ്റിയാൽ മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇപ്പോൾ വറ്റൽമുളക് നമ്മൾ ഇതിൻ്റെ കൂടെയല്ല സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളക് ആദ്യം പുറത്ത് കോരണം. ഈ ഒരു ഉള്ളി അമ്മ എടുക്കാൻ മറന്നുണ്ടാവും അല്ലേ? നിന്റെ ഈ ചിരി കണ്ടിട്ട് ആൾക്കാർ പറയണെന്നറിയോ? നിനക്കെന്താ പൊട്ടത്തരണ്ടെന്ന് പറയണത്? നീ എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ? ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ പെൺകുട്ടിയുടെ ചിരി അങ്ങനെയാണ്, ചിരി ഇങ്ങനെയാണ്.
എന്തെന്നാ പറയുക അല്ലേ? എനിക്ക് എൻ്റെ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള ദീപുവിൻ്റെ ചിരിയും ഈ മാതിരി ഗോഷ്ഠികളൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അതിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കുറേ പേര് ഇപ്പോൾ ദീപുവിനെ സ്നേഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അതന്നെ എനിക്കിഷ്ടം. ഈ ആൾക്കാരെ പരാതികൾക്കൊന്നും നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. എന്നാലും നമ്മളിങ്ങനെ അറിയാതെ പറഞ്ഞു പോകണം അല്ലേ ദീപു? അതുപോലെ ഞാൻ ദീപുവിനെ വിളിക്കാൻ പാടില്ല. നിങ്ങളത് ഇടക്കിടക്ക് ദീപോ എന്ന് വിളിക്കണേന്ന്. അതെ, ഞങ്ങളുടെ ഹൊറർ ഫോൺ അമ്മയുടെ ഫോണിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. തന്നെ ആൾക്കാർക്ക് വിളിച്ചോണ്ടിരിക്കും, തന്നെ മെസ്സേജ് പോവും, തന്നെ ഇത് വാട്സപ്പ് കോള് പോവും, തന്നെ നെറ്റാണാവും. എന്താ പൊട്ടിച്ചാ തന്നെ കളിയുണ്ട്. എന്തോ ബാധയുള്ള ഫോണാന്ന് തോന്നുന്നുണ്ട്. എന്താന്നൊരു പിടുത്തം കിട്ടണില്ല. കസ്റ്റമർക്കാരെങ്കിൽ വിളിച്ചു നോക്കി, ഫോൺ മാറ്റി നോക്കി, എന്ത് ചെയ്തിട്ടും ഇപ്പോഴും ആൾക്കാർ തന്നെ വിളിച്ചോണ്ടിരിക്കുക. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്താലും കോള് വാട്സപ്പ് കോള് പോണ്. അതെന്താ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോണത്? മറ്റേ വൈഫൈ ഇല്ലേ, അതിലും പോവും. ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് അല്ലേ? എന്താന്നറിയില്ല, ബാധയുള്ള ഫോൺ എന്നറിയില്ല. ഈ തന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക, ഈ വല്ല ഹാക്ക് ചെയ്തിട്ടാണ് എന്ത് പണ്ടാരെന്നറിയില്ല. എന്തായാലും എന്തോ പ്രശ്നമുണ്ട് അമ്മയുടെ ഫോണിന്. 2 തവണയാണ് ഫോൺ മാറ്റിയത്. 2 തവണ അല്ലേ, 3 തവണ? 3 തവണ ഫോൺ മാറ്റി. ഒന്നുണ്ടായിരുന്ന ഫോൺ മാറ്റി, വീണ്ടും മാറ്റി. ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ മാറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിപ്പോഴും ആൾക്കാരങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. അടിച്ചാ മുളക് മാത്രം. ആ, അപ്പോൾ അതേ ചമ്മന്തി ഇവിടെ അടിച്ചോ. ആദ്യം മുളക് അടിച്ചു, അതിനുശേഷം ഇപ്പോൾ നമ്മൾ വാട്ടിയതൊക്കെ കൂടി അടിച്ചു. എൻ്റെ അമ്മേ, മുളകിൻ്റെ എരിവ് കയറിയിട്ടേ തുമ്മ വരണ്ടത്. ഇപ്പം തുമ്മല. ആദ്യം ആരാണ് ഉള്ളിച്ചമ്മന്തി ടേസ്റ്റ്? നീയാണോ ഞാനാണോ? നീ ഇങ്ങനെ പതുക്കെ അരിഞ്ഞിട്ട് എപ്പാവാന പയറ്. അതെ, ഉള്ളിച്ചമ്മന്തി എത്തി. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ നിങ്ങൾ? അപ്പോൾ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ദൈവമേ. അപ്പോൾ നമ്മുടെ ശ്രീദേവിച്ചിക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ശ്രീദേവിച്ചി നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ ഇതും കൂട്ടി കഞ്ഞി കുടിക്കാം അല്ലേ? അതെ, എന്ത് വേണമെങ്കിലും കഴിക്കാം. ശ്രീദേവിജിക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ചേച്ചിയാണോ അനിയത്തിയാണോ ആരാന്നറിയില്ല കേട്ടോ, പ്രായമൊന്നും അറിയില്ലല്ലോ. യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ഉപ്പുറവുണ്ടോ? നോക്കണില്ല. ദീപു ഉപ്പുറവുണ്ടെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എന്തായാലും അത് നോക്കണം, ശരിയാവില്ല. ആഞ്ജനേയ, ഏയ് ഉപ്പുറവില്ലല്ലോ. ഒരു പൊടി വേണമെങ്കിൽ അത് കാര്യമില്ല, അത് അങ്ങനെ അത്ര കയറി നിൽക്കണ്ട. ഉപ്പൊക്കെ പിന്നെ എല്ലാവരുടെയും ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ദീപുവിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടരാം. ആണോ? ഹൈ, ഇട്ടരാടി. ഉപ്പ് കൂടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉള്ളിച്ചമ്മന്തി. ഞങ്ങൾക്കിന്ന് ബ്രൗൺ റൈസാണ്. ശരിക്ക് വെള്ളച്ചോറാണെങ്കിലും ടേസ്റ്റ് കൂടെ. ബ്രൗൺ റൈസ് ടേസ്റ്റ് ഇല്ല എന്നല്ല, എങ്കിലും ഇതിൻ്റെ കൂടെ കുറച്ച് കായമ്പയർ. നല്ല പുളിയുണ്ട് ഉള്ളിച്ചമ്മന്തി. ഉപ്പ് കൂടുതലുണ്ടാ? അല്ല, കുറവുണ്ടാ? ഉപ്പ് കുറവുണ്ടോ? ഇല്ലല്ലേ? ആ, അപ്പോൾ നേരത്തെ നീ പറഞ്ഞ പോലെ ഉപ്പിട്ടിന് പണിയായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എൻ്റെ എരിവ് കയറിയിട്ട്. അപ്പോൾ നമ്മളെ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.